അണ്ണാ എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. നിനക്ക് ഈ ഉള്ള കംപ്ലൈന്റ് മൊത്തം ഇങ്ങനെ എടുത്ത് പറയാം. ഇങ്ങനെ സ്ഥലം എസ് ഐ അന്ന് നിങ്ങനെ എടുത്ത് എപ്പോഴും ഞാൻ ഇതിന്റെ മുതലാളിയാണ്. പറ അണ്ണാ, ഈ കട്ടപ്പയ്ക്ക് ഭയങ്കര ഈഗോ ആണ്. ഇന്നലെയും കൂടെ സ്റ്റേജിൽ നിന്ന് എന്റെ അടുത്ത് ഈഗോ കാണിച്ചു. എടാ നാണം ഉണ്ടാടാ. 40-40 വയസ്സായില്ലേ? ഈ സ്റ്റേജിൽ നിന്ന് നീ എന്തിനു ഈഗോ കാണിക്കുന്നു? അത് എന്റെ അടുത്തല്ല ചോദിക്കേണ്ടത്, ഡ്രസ് അടിച്ചവന്റെ അടുത്ത് ചോദിക്കണം. ഡ്രസ് നേരെ അടിച്ചില്ലെങ്കിലേ ഈഗോ ഒക്കെ നാട്ടുകാർ കാണും. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ക്ലൈമാക്സ് കൊള്ളൂല. സത്യം, സിനിമയിലെ ക്ലൈമാക്സ് ആണ് നമ്മളെ ഈ ബാലയുടെ ക്ലൈമാക്സ്. അതായത് കട്ടപ്പ ബാഹുബലിയെ കൊല്ലുന്നു. അത് തന്നെയാണ് സിനിമയിലത്, അത് തന്നെയാണ് നമ്മളെ ബാലയുടെ. പക്ഷെ നമ്മളത് മാറ്റണം. അതായത് കുറച്ചും കൂടെ വേണം. അതായത് കട്ടപ്പ ബാഹുബലിയെ കൊല്ലുന്നു, അത് കഴിഞ്ഞ് കട്ടപ്പ ജയിലിലാവും. ഈ കട്ടപ്പ ജയിലിലാവുന്നതും അവിടെ കട്ടപ്പയെ കാണാൻ ആമി വരുന്നു. ആര് വരുന്നു? ശിവകാമി വരുന്നു. അവിടെ കട്ടപ്പ ഇങ്ങനെ അഴിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, ഞാൻ ഈ കട്ടപ്പ ഒരു തെറ്റാണ്, ഇനി ഈ തെറ്റില്ല. എന്റെ മനസ്സിൽ ഞാൻ തന്നെ വരച്ചിട്ടൊരു ചിത്രമുണ്ട്. മകിഴ്മതി കൊട്ടാരവും കുണ്ടന്നൂരും അല്ല കുണ്ടലദേശം എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചും കൊണ്ട് കട്ടപ്പ ഇങ്ങനെ നടന്നു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ. അവിടെ നമ്മൾ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു, സമ്മറിൻ മകിഷ്മതി.